കുരുന്നു ഗായകരെ സംഗീത ലോകത്തേക്ക് എത്തിക്കുന്ന റിയാലിറ്റി ഷോ ആണ് ടോപ്പ് സിംഗർ. 2 ആഴ്ച മുമ്പാണ് ഷോയുടെ 5ാം സീസണ് അവസാനം കുറിച്ചത്. പിന്നാലെ പുതിയ സീസൺ ആരംഭിക്കുകയും ചെയ്തു. MG ശ്രീകുമാറും മധു ബാലകൃഷ്ണനും റിമി ടോമിയും ബിന്നിയും എല്ലാമായിരുന്നു ജഡ്ജായിട്ടും എത്തിയത്. മത്സരാർത്ഥികളായി എത്തുന്ന കുട്ടികളോടുള്ള സ്നേഹവും വാത്സല്യവും തന്നെയാണ് ഇവരെ ജഡ്ജായിട്ട് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം. കുട്ടികൾക്കൊക്കെ തന്നെയും ഈ പാട്ടുകാരെ കാണുമ്പോൾ വലിയ ഭയമായിരിക്കും. എന്നാൽ G ശ്രീകുമാറും ബാലകൃഷ്ണനും ഒക്കെയാണ് എന്നറിയുമ്പോൾ ആ ഭയമെല്ലാം കുട്ടികൾക്കങ്ങ് മാഞ്ഞുപോകും. അത്രയ്ക്കും കുട്ടികളോട് നല്ല രീതിയിൽ തന്നെ ഇടപെടുന്നവരായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും ആ ഷോ കാണാൻ വലിയ ഇഷ്ടമാണ്. ഷോയുടെ 5ാം സീസൺ അവസാനം കുറിച്ചപ്പോൾ ഷോയിൽ നിന്ന് ജഡ്ജായി നിന്നിരുന്ന MG ശ്രീകുമാറിനെ ഒഴിവാക്കുകയായിരുന്നു. ചാനൽ അധികൃതർ ഈ പ്രേക്ഷകരെ ഞെട്ടിച്ചു എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് പേരെയാണ് ശ്രീകുമാറിനെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ചാനലിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടും എത്തിയത്. ടോപ്പ് സിംഗറിലേക്ക് തന്നെ തിരിച്ചെത്തു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനാദ്യം മറുപടി നൽകിയത് ഒരു ചിരിച്ചുകൊണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹത്തെ കണ്ട പ്രേക്ഷകർക്കും മനസ്സിലായി. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇല്ല, ഇനി ഞാനില്ല ടോപ്പ് സിംഗറിലേക്ക്. പ്രേക്ഷകർ ഒരുപാട് പേർ എന്നെ വിളിച്ചും വരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചാനലിൽ നിന്ന് എന്നെ ഒഴിവാക്കിയില്ലേ, പിന്നെ ഞാൻ പോകുന്നത് ശരിയാണോ? അവർ വിളിക്കട്ടെ, വിളിച്ചാൽ തീർച്ചയായിട്ടും പോകാം. പ്രത്യേകിച്ച് ഒരു കാരണവും കൊണ്ടല്ല ഞാൻ അതിൽ നിന്നും ഇറങ്ങിയത്. ചില കാര്യങ്ങളൊക്കെയുണ്ട്, എന്നാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. എന്തായാലും ചാനലിൽ നിന്നും വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകുന്നതായിരിക്കും എന്നാണ് MG ശ്രീകുമാർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും അതുപോലെ തന്നെ ചാനലിന് മറുപടിയായിട്ടും നൽകിയത്. ടോപ്പ് സിംഗർ 5-ൽ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിലാണ് MG ശ്രീകുമാറിനെ പ്രേക്ഷകർ അവസാനമായി ആ വേദിയിൽ കണ്ടത്. അന്ന് വിജയായി മുംബൈ സ്വദേശി ശിവശങ്കർ കൃഷ്ണയ്ക്ക് വിന്നർ ബാൻഡ് അണിയിച്ചതെല്ലാം MG ശ്രീകുമാർ ആയിരുന്നു. ശിവശങ്കറിനെ ബാൻഡ് അണിയിച്ച് ഏറ്റവും പിന്നിലേക്ക് മാറി നിൽക്കുകയും ചെയ്തു അന്ന് അദ്ദേഹം. അത് വളരെ വേദനാജനകമായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം ഷോയിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ പാട്ടുകളും മലയാളികൾക്ക് എന്നും പ്രിയങ്കരം തന്നെയാണ്. MG ശ്രീകുമാർ ആലപിച്ചിട്ടുള്ള ഏത് സംഗീതമാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.